السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ അതിനെ വിരോധിക്കാതെ അതിന്റെ നേർക്ക് കണ്ണടച്ചാൽ വളരെ വലിയ വിപത്താണ് ഉണ്ടാവുക എന്ന് ഒരു ഉദാഹരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുമായി ഈ ദർസിലൂടെ പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ഖായിമി ഫീ ഹുദൂദില്ലാഹി വൽ വാഖിഇ ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീനഹ ഫസാറ ബഅദുഹും അഅലാഹാ വബഅദുഹും അസ്ഫലഹാ وكان الذين في أسفلها إذا استقوا من الماء مروا على من فوقهم فقالوا لو أنا خرقنا في نصيبنا خرقا ولم نؤذ من فوقنا فإن تركوهم وما أرادوا هلكوا جميعا وإن أخذوا على أيديهم نجوا ونجوا جميعا. അള്ളാഹുവിന്റെ നിയമപരിധിയിൽ നിൽക്കുന്നവന്റെയും അത് ലംഘിച്ച് അതിൽ വീഴുന്നവന്റെയും ഉദാഹരണം ഒരു കപ്പലിൽ കയറുന്ന വിഷയത്തിൽ നറുക്കിട്ട ഒരു സമൂഹത്തെ പോലെയാണ്. അവർ നറുക്കിട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരിൽ ചിലർ കപ്പലിന്റെ മുകൾ തട്ടിലും ചിലർ കപ്പലിന്റെ താഴെ തട്ടിലുമായി. എന്നാൽ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം ആവശ്യമായി വന്നാൽ മുകൾ തട്ടിലുള്ളവർക്കിടയിലൂടെ നടക്കേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരു ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്തുള്ളവരെ നമ്മൾക്ക് പ്രയാസപ്പെടുത്തേണ്ടി വരികയില്ലല്ലോ. അപ്പോൾ അവർ ഉദ്ദേശിച്ചത് ചെയ്യുവാൻ അവരെ വിട്ടാൽ എല്ലാവരും നശിക്കും. എന്നാൽ അവരുടെ കൈ പിടിച്ച് തടഞ്ഞാലോ അവരും മറ്റുള്ളവരും രക്ഷപ്പെടും. എത്രമാത്രം സുന്ദരമായ ഒരു ഉദാഹരണമാണിത്. ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉദാഹരണത്തിലൂടെ തിന്മയെ തടഞ്ഞില്ല എങ്കിൽ സംഭവിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സമൂഹത്തിൽ അക്രമങ്ങളും തോന്നിയാസങ്ങളും കാണുമ്പോൾ അവയെ പ്രോത്സാഹിപ്പിക്കുകയോ അവക്ക് നേരെ കണ്ണടക്കുകയോ ചെയ്യാൻ പാടില്ല. അത് സമൂഹത്തെ മൊത്തം നാശത്തിലേക്കാണ് എത്തിക്കുക. തിന്മ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ നല്ല രൂപത്തിൽ തടയാതെ അത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും താൻ അതിൽ ഇടപെടേണ്ടതില്ലെന്നും വിചാരിച്ച് വിട്ടുനിന്നാൽ ആപത്ത് വരുമ്പോൾ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സഹ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഒരു പരീക്ഷണം, ശിക്ഷ വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങളിൽ നിന്നുള്ള അക്രമകാരികളെ മാത്രമായിട്ടാവുകയില്ല ബാധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്. അതുകൊണ്ട് തിന്മ വിരോധിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.